എവിടെ തുടങ്ങാം? തിരുവനന്തപുരത്ത് തുടങ്ങാം. എന്നാ തിരുവനന്തപുരത്ത് തുടങ്ങിക്കോ. ഈ തിരുവനന്തപുരം ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഇച്ചിരി പരത്തി സംസാരിക്കും തിരുവനന്തപുരത്തുള്ളവർ. ഈ ഉള്ളി എന്ന് പറയുന്ന സമയത്ത് ജ്വാലിക്കൊന്നും പോയില്ലല്ലോ, അതുപോലെ ഏത് ജനങ്ങൾ എന്തിന് ജനങ്ങൾ ആറ്റിത്തോനെ വെള്ളം ഉണ്ടായെന്ന് ചോദിക്കും തിരുവനന്തപുരത്തുള്ളവർ. ഈ പുഴയിലധികം വെള്ളം ഉണ്ടോയെന്ന് ചോദിക്കുന്നിടത്ത് ആറ്റിത്തോനെ വെള്ളം ഉണ്ടായെന്ന് ചോദിക്കും തിരുവനന്തപുരത്തുള്ളവർ. അല്ലാതെ നിങ്ങൾ ഈ സിനിമകളിൽ കാണുന്ന സുരാണ്ണം പറയുന്ന മമ്മൂക്ക പറയുന്ന അതൊക്കെ പാറശാല ഭാഷയാണ്. ഈ കളിക്കാവിള നെയ്യാറ്റിൻകര തമിഴ്നാട് ബോർഡറിൽ സംസാരിക്കുന്ന ഭാഷയാണ്. തിരുവനന്തപുരം ടൗണിലുള്ളവർ ഡീസന്റ് ആയിട്ടുള്ള എക്സിക്യൂട്ടീവ് ഭാഷയാണ് സംസാരിക്കുന്നത്. എന്നാ തിരുവനന്തപുരത്ത് നിന്ന് ചാടി നമുക്ക് പാറശാല വഴിയാണ് പോണേ. അതുകൊണ്ട് റെഫ്രിജറേറ്ററിന്റെ മുകളിൽ വെച്ച കണ്ടായിരുന്നു. ഈ ഗ്ലാസ്സുകളിൽ കൂടെ നോക്കുമ്പോൾ ഒരു പൊളപ്പൻ ലുക്ക് ഉണ്ട് കേട്ടോ. 16ാമത്തെ വയസ്സിൽ വോട്ട് ചെയ്യാൻ തുടങ്ങിയാണ്. അപ്പൊ ഇപ്പൊ അലമാരകളിൽ നിന്ന് മറ്റും കായകൾ എടുത്തുകൊണ്ട് ഷാപ്പുകളിൽ പോയിട്ട് കള്ളുകളും മറ്റും കുടിച്ചിട്ട് റോഡുകളിൽ കിടന്ന് കളിക്കണം. എന്തായിരുന്നു തന്തകളെ പറയിപ്പിക്കാൻ. വെരി ഗുഡ്. എന്നാ നമുക്ക് ഇവിടെ നേരെ കൊല്ലത്തോട് ചാടിയാലോ? ആണോ? എന്തുവാ നല്ല നെരിപ്പായിട്ട് കേരളത്തിൽ മലയാള ഭാഷ കൈകാര്യം ചെയ്യുന്ന കൊല്ലക്കാരാണ്. സംശയം എന്തുവാ? പുനലൂർ ഭാഗത്ത്, കരുനാഗപ്പള്ളി ഭാഗത്ത്, ആ ഭാഗങ്ങളിലൊക്കെയാണ് നല്ല മലയാളം. കോട്ടയം ഒന്നും അല്ലടാ, അതൊക്കെ വെറുതെ പറയുന്ന. ഈ കോട്ടയം എന്ന് പറഞ്ഞപ്പോഴേ എനിക്കൊരു കാര്യം ഓർമ്മ വന്നു കേട്ടോ. കുമരകത്ത് ഒരു ബോട്ടിനെ മണ്ടക്കിരുന്നുകൊണ്ട് ഒരു ജോണി വാക്കറിന്റെ ഫുള്ള് എടുത്ത് പൊട്ടിച്ചിരുന്നു. ഞങ്ങൾ അങ്ങ് അടിക്കുമായിരുന്നു. അപ്പൊ അതാണ്ട് ചേട്ടച്ചാര് വിളിച്ചെന്ന് പറഞ്ഞിട്ട് ഒരുത്തം വന്നിട്ട് ഒരു ഡയലോഗ്, ഏതാണ്ട് ചെറുക്കന്മാരെ കണക്ക് അതിന്റെ കൊച്ചാപ്പൻ അടിച്ച് പൂസ തന്ന്. അപ്പൊ എന്ത് സ്ഥാനായിരിക്കും ഇപ്പൊ അടിച്ചത്? അതാ അന്ന് അച്ചടി ഭാഷ കൊല്ലം അന്ന് അച്ചടി ഭാഷ കൊല്ലം. അങ്ങനെയാണേ പത്തനംതിട്ട പോവാ അല്ലേ? പത്തനംതിട്ട ഭാഷ എന്ന് പറഞ്ഞാൽ പറയത്തക്ക രീതിയിലുള്ള ഒരു മാറ്റവും ഇല്ല. പിന്നെ ഓരോരോ വ്യക്തികൾക്കും കാണും ശൈലി. ഇപ്പൊ പറയുന്ന രീതിയിൽ എടാ നീ ഇത് എവിടുത്തെ കണക്കാടാ ഈ പറയുന്നത്, ആരുടെ കണക്കിനാ കുഴപ്പമെന്നൊക്കെ എനിക്കറിയാം. ഇച്ചിരി പൊക്കി പിടിച്ചിട്ടൊക്കെ ഉണ്ടാക്ക്. ഇതൊരു പത്തനംതിട്ടക്കാരുടെ സ്ലാങ്ങാ. അതുപോലെ കുളിക്കത്തും ഇല്ല, പല്ലും തേക്കത്തില്ല, എന്നിട്ട് കൂളിംഗ് ഗ്ലാസും വെച്ചോണ്ട് ഇറങ്ങും. കുളിച്ചില്ലേലും അവന്റെ കോണകം പിറപ്പുറത്താ. ഇതൊരു മറ്റൊരു തിരുവല്ലക്കാരന്റെ സ്ലാങ്ങാ. ഇങ്ങനെ ഓരോരോ വ്യക്തികൾക്കും കാണും ശൈലി. അല്ലാതെ പറയത്തക്ക രീതിയിലുള്ള നീട്ടലോ കുറുക്കലോ ഒടിക്കലോ വളക്കിയലോ ഒന്നും ഇല്ല. ഫ്ലൂവന്റ് ആയിട്ടുള്ള മലയാളം. അടുത്ത കോട്ടയല്ലേ അവരുടെ? ആലപ്പി പത്തനംതിട്ട കഴിഞ്ഞാൽ ആലപ്പി. നമ്മളിപ്പുറത്തെ റോഡാ, എംസിയിലോട്ട് പോകുന്നേ ഉള്ളൂ. നിന്നെ പേടിച്ചിട്ട് പറയുന്നതല്ലടാ, കുട്ടനാട്ടിൽ വന്നിട്ട് നിന്നെ ആര് പേടിക്കാൻ? അങ്ങനെ ഒരു ആദ്യം ഉണ്ടെങ്കിൽ ഞാൻ ചേർത്തലയിലോട്ട് പോവത്തില്ല, നീ ഇപ്പൊ കുട്ടനാട്ടിലോട്ട് വരത്തില്ല, ഇവിടുന്ന് ഞാൻ നിനക്ക് കിട്ടുന്നു തരത്തില്ല, നീ ഇവിടെ വീഴത്തും ഇല്ല. മാന്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഭക്ഷണം തന്നെ ഇവിടെ തള്ളായിരുന്നു. ഇനി നീ അഭ്യാസം എടുത്താ എടാ കാലേ വാരി ഞാൻ കായലിലോട്ട് എറിയും. കൂടുതലും മിമിക്രിയിൽ വന്നിരിക്കുന്നവർ കോട്ടയം സൈഡിൽ നിന്നുള്ളവരാ. അപ്പൊ കോട്ടയംകാരുടെ ശൈലി വളരെ വ്യക്തമായിട്ടൊക്കെ നമുക്കറിയാവുന്നതാണ്. കോട്ടയംകാര് ഈ കോട്ടയം എന്ന് പറഞ്ഞാൽ കോട്ടയം ടൗണിൽ പി ടി ചാക്കോടെ കല്ലയിലിരിക്കുന്ന ഒരു പ്രതിമയുണ്ട്. വൈകിട്ട് 6 മണി കഴിഞ്ഞാൽ അതിന് മാത്രമേ ബോധം ഉണ്ടാവും, ബാക്കിയൊക്കെ പൂസായിരിക്കും. ഈ പെട്രോളിനോ ഡീസലിനോ വില കൂടിയാൽ അച്ചായം വിഷമിക്കുകയല്ല, പക്ഷെ പോർക്കിന് വില കൂടിയാൽ ഞങ്ങൾ നെഞ്ചത്തടിച്ചാൽ കരയും. പിന്നെ കപ്പ, നിങ്ങളുടെ നാട്ടിലുള്ളതൊക്കെ എന്നാ കപ്പയാടാ? കപ്പയൊക്കെ ഞങ്ങളുടെ പാലായിലല്ലയോ, എന്റെ മരുമോന്റെ പറമ്പിലെ കപ്പയല്ലയോ കപ്പ? എന്നാ വലിപ്പമാന്നേ. എന്തോ തൊടുപുഴക്കാരെന്തോ പറയുന്നു. എടാ ഏത് പോനാടാ പണിയത്? നല്ലോണം കായ്ക്കുന്ന ഒരു തെങ്ങ അതിന് മൂട്ടിക്കൊണ്ടുപോയിട്ട് തീട്ടത് ഏതവനാടാ? ഈ കോഴിക്കോടൻ കാക്കാമാർക്ക് വിവരം ഇല്ല എന്ന് പറയുന്നത് വെറുതെ അല്ല. ഇതൊക്കെ വല്ല പീരുമേട്ടിലോ മൂന്നാറിലോ ഉള്ള വല്ല കർഷകനും കണ്ടു കഴിഞ്ഞാൽ അവന്റെ ഒക്കെ കൂമ്പിലിട്ടി ഔട്ടും. ഇതെന്നാടാ നിങ്ങളുടെ നാട്ടിലെ കാക്കാമാർക്ക് ഇങ്ങനെ? അവരൊന്നും തന്നെ കഞ്ഞി കുടിക്കത്തില്ലയോ? നമ്മുടെ എറണാകുളത്തേക്ക് എറണാകുളം ആണല്ലേ? ഇവരുടെ ഈ മരണപ്പാച്ചിൽ കാരണം ചെറുവണ്ടികൾക്ക് ഓടാൻ പറ്റുള്ള കൊച്ചിയിൽ. എന്നിട്ട് തന്നെ ആയോണ് ഞങ്ങൾക്ക് ഈ സമയം കൊണ്ട് കലൂര് ബ്ലോക്കും കച്ചേരിപ്പടിയും കഴിഞ്ഞ് ഓട്ടിച്ച് അവിടെ എത്തണം, അല്ലെങ്കിൽ എന്റെ പണി പോയി, എന്റെ കുടുംബം പട്ടിണിയായി. ഇതാണ് ഡയലോഗ്. SIയുടെ മുമ്പിൽ നിൽക്കണം. എന്നിട്ട് ആ അഴിച്ചില്ലാവാം, മടക്കുത്തഴിച്ചില്ല. എന്താ പേരെന്ന് ചോദിച്ചു. എന്റെ പഴയ പേരെന്നാ സാറ് ഇങ്ങാട് പറയല്ലേ, ഞങ്ങൾ അങ്ങാട് പറയട്ടെ, അല്ലെങ്കിൽ താക്കോല് നിങ്ങളുടെ തരും, നിങ്ങൾ ഒട്ടിക്കും. നിങ്ങളുടെ സപ്പോർട്ട് വേണ്ട ഞങ്ങൾക്ക്, നിങ്ങളുടെ സപ്പോർട്ട് വേണ്ടാന്നേ. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വണ്ടി ഒട്ടിക്കും, നിങ്ങൾ സൗകര്യം ഉണ്ടെങ്കിൽ പിടിക്കും, ഞങ്ങൾക്ക് അങ്ങോട്ട് വന്നം, അപ്പൊ നിങ്ങൾ മാറി തന്നം. ഇതാണ് ഡയലോഗ്. സഹിക്കാൻ പറ്റുള്ളത് എനിക്കറിയാൻ പാടുള്ളത്. ചാകടാ ചായ കർത്താവാണ് ഞാൻ വെച്ചോണ്ടിരിക്കത്തില്ല. ഉയർത്തിരിക്കത്ര എണ്ണം കൊളറാവന്ന് മരിക്കണ ഈ ബസൂരിപ്പടകളുടെ മൂക്കോലും പരിക്കാതെ ബാക്കിക്കുണ്ടല്ലാത്ത പുല്ലി നീവിക്കണ്ടാകത്തോ. 1 കിലോ കപ്പ മേടിക്കാൻ പെട്ട വാടെന്താണ്? അതിങ്ങാട്ട് കൊണ്ടുവരാൻ നേരമല്ല, പച്ചക്ക് എടുത്തിട്ടാണ്. തീറ്റിക്കത്തില്ലടാ ശാമേ, തീറ്റിക്കത്തില്ല. ആവതില്ലെങ്കിലും വല്ലതൊക്കെ രണ്ടകൾ ചുണ്ടുവാനിക്കാതെ അന്ത്യശ്വാസം പോലൊക്കെ കിടന്നോട്ടെ നീ ചോദിച്ചു. ബാക്കിയുള്ളവനെ നിൽക്കണ മക്കളാവാ എടുത്തിട്ട് വന്ന് അങ്ങേർക്ക് വയസ്സും പ്രായ ജോലിയും പണിക്കാനുള്ള ആവതില്ല. അങ്ങനെ സ്വസ്ഥമായിട്ട് വീട്ടിലോട്ട് നേരിച്ചപ്പോ നായി വെള്ളം കൊടുക്കാതെ ഒക്കണ്ട പോട്ടെ, പാട്ടിക്ക് വെക്കോട്ടെ. കണ്ണിച്ചോരയില്ലാത്തവൻ അപ്പനാണ് തൂത്തുവയ്ക്കാൻ നടക്കുന്നത്. നാണം ഉണ്ടാടാ അറിയ എനിക്ക്. എടാ ഊമച്ചവമേ, അയ്യോ രാജോട്ടാലത്തിലെ തൂപ്പുകാരന്റെ മോനല്ലേ നശിപ്പുകൾ. തൃശ്ശൂര് ഇത് 3000 രൂപയുടെ ചെരുപ്പാ. അപ്പൊ വീടിന്റെ ഉമ്മറത്ത് വെച്ചു, അത് നായ കടിച്ചുകൊണ്ട് പോയി. അതിന് 1000 രൂപ ഞാൻ കൊടുക്കാം, അതിന് മുകളിലേക്കാണ് പോട്ടെ. ഇത് തൃശ്ശൂർ. നിങ്ങളിപ്പോ ഈ പുതിയതായിട്ട് കാണുന്ന തൃശ്ശൂരൊന്നും ഒരു സാമ്യമില്ല. അത് ഒറിജിനൽ കേൾക്കാൻ നിങ്ങൾ ടൗണിൽ ഇറങ്ങാം. എന്നിട്ട് ആരുടെ അടുത്തെങ്കിലും വല്ല ശക്തൻ ചാനലിലേക്കോ അല്ലെങ്കിൽ കാഴ്ച ബംഗ്ലാവിലേക്കോ വഴി വയ്ക്കും. ഇപ്പോൾ ഒരാളുടെ അടുത്ത് നമ്മൾ ചോദിക്കണം, ചേട്ടാ ഈ കാഴ്ച ബംഗ്ലാവിലേക്ക് എങ്ങനെ പോകും? അപ്പൊ അവർ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. കാഴ്ച ബംഗ്ലാവിക്കാ ഇപ്പൊ റൗണ്ട് ചെയ്യേണ്ടി വരും, ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത റൗണ്ടാണ്, 4 വടക്കിനാലിന്റെ ഗോപുരം കാണും, പയക്കിരിക്കോ. അവിടെ നിങ്ങൾ അടുത്തിരി തിരുമ്പോ ഭരണങ്ങാനത്തിന്റെ ചെറിയ ഡീസന്റ് ആയിട്ടുള്ള സാധനം കാണും, അതും ഗോപുരം തന്നെയാ. അവിടുന്ന് ലെഫ്റ്റ് പോയിട്ട് സ്ട്രൈറ്റ് പോയാൽ ആ കാണാൻ ഈ കാഴ്ച ബംഗ്ലാവ്. നല്ല പൈങ്കിളുകളുണ്ടാവും, പൈങ്കിളുകൾ. പക്ഷെ തൊട്ടാനും പിടിക്കാനും നിൽക്കണ്ടട്ടാ കെട്ടിയേ. ഒന്ന് കണ്ടിട്ട് വേഗം അങ്ങോട്ട് സ്കൂട്ടായിക്കോ. ജാതി പുല്ലുള്ള നമ്മുടെ തൃശ്ശൂരിലെ പിള്ളേര് മുട്ടാണ്ട
അപ്പൊ അവിടെ നിന്ന് സ്കിപ്പ് ചെയ്ത് നമ്മള് 9 എന്താ പറഞ്ഞത്? 9 പാലക്കാട്. പാലക്കാട്. എന്റെ നാട് പാലക്കാടാണ്, അവന്റെ നാട് പാലക്കാടാണ്. എന്നിട്ട് ആലങ്കാടിലേക്ക് പോകുന്ന ഏതിലാണ് ചോദിച്ചപ്പോ കേട്ട പാതി കേൾക്കാത്ത പാതി ഇറങ്ങി പുറപ്പെട്ടപ്പോ ആലോചിച്ചിട്ടില്ല. മറ്റേ സിനിമ ആടി വന്നിട്ട് ഉദ്ഘാടനം ചെയ്ത് പറഞ്ഞിട്ട് സാധനങ്ങൾ മേടിച്ചാണ് എല്ലാം തവിട് പൊട്ടിയ. ചേച്ചിന്റെ കാലിന്റെ അവന്റെ നെഞ്ച് പടക്കുന്ന സൗണ്ട് കേട്ടാ നീ ഹൗ. അവനെ കൊണ്ട് കൂട്ടം കൂടണ കൊണ്ട് കുഴപ്പമില്ല, ടോളിൻ റെക്കാർഡ് ഫ്ലക്കാർഡ് ചെയ്യാൻ അറിയില്ല. കൊമ്പാളം ചെക്കന്റെ ഷാപ്പിൽ നിന്ന് 1 ലിറ്റർ കള്ള് അമർച്ച് വാങ്ങി തരുന്ന ഈ എന്താ മുട്ടാണ്ട മുട്ടി പാനക്ക്. അവനെ കാണാനുള്ള പവറുള്ള അന്തം ഇല്ലാത്ത കളവനാണ്, എഗറുണ്ട് വിവരവും ഇല്ല. വെരി ഗുഡ്. ഇനി മലപ്പുറം പോവാം. മലപ്പുറത്താകുമ്പോ ഒരു 2-3 സ്ലാങ് ഉണ്ട്. 10 മലപ്പുറം. 10 മലപ്പുറം അല്ലേ? ഈ മലപ്പുറം എന്ന് പറഞ്ഞാൽ മലപ്പുറം വള്ളുവനാടിന്റെ ഇങ്ങേത്തല പൊന്നാനി ഒരു സ്ലാങ് ആണ്. പൊന്നാനി ചങ്ങരംകുളം. വേറെ സ്ലാങ്. ശരി. ഞാനൊരു ദിവസം പൊന്നാനി ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പൊ നമ്മളെ അന്ത്രു ഇല്ലേ, അവിടെ നമ്മളെ ചന്തപ്പള്ളിയുള്ള അന്ത്രടാ, നമ്മളെ ചമ്പ്രാട്ടത്ത് കോയാക്കാന്റെ മോളെയാണ് അവൻ കെട്ടിക്കുന്നത്. അപ്പൊ അവൻ അങ്ങനെ ഉച്ചപ്പള്ളിയിട്ട് 10 ആളുകളെ പറ്റി ജീവിതം പൊന്നാനിൽ നിന്ന് വിളിച്ചു പറഞ്ഞാണ്ട് ഇങ്ങനെ പോയിരുന്നു. അപ്പൊ ഞാൻ അവനുണ്ട് വിളിച്ചു, ഇവ ഈ പറയണി എന്താണല്ലോ മനസ്സിലാണല്ലോ. അപ്പൊ ഞാൻ അവനുണ്ട് വിളിച്ച് 2 റുപ്യ 3 റുപ്യ കൊടുത്തിട്ട് അവൻ്റെ അടുത്ത് ഞാൻ പത്രം മേടിച്ചു. ഞാൻ ഇത് മേടിച്ചേക്ക് തന്നെ പിന്നെ പറയുന്നത് 11 ആളുകളെ പറ്റി ജീവിതം പൊന്നാനിയിൽ, 11 ആളുകളെ പറ്റി ജീവിതം പൊന്നാനിയിൽ. അപ്പോ അവിടെ നമുക്ക് മഞ്ചേരി, നിലമ്പൂര്, പെരിന്തൽമണ്ണ. അതിനിടയ്ക്ക് വേറൊരു സ്ഥലമുണ്ട്, തിരൂർ. തിരൂർ കോട്ടക്കൽ വളാഞ്ചേരി ഭാഗം കുറച്ചൊരു മാറ്റമുണ്ട്. ഇതെന്താണിത് ചോദിക്കലില്ലേ, ആണ്ട് മേടിക്കല് തന്നെ എവിടെ എത്തിക്കണ്, കോട്ടക്കലിക്ക പട്ടാമ്പിക്ക എടപ്പാളിക്ക ഒക്കെ ഇവിടുന്ന് ബസ് ഉണ്ട് കേട്ടാ. ഈ തിരൂർ സ്റ്റാൻഡിലാണ് ഒന്നാമേ. ഇനി അതുമില്ല എനിക്ക് ബേജാറാണ്ട, ഈ എന്റെ പെരീക്ക് ഉണ്ട് വായോ. തിരൂര് വന്നിട്ട് ഒരു മനുഷ്യൻ കുടുങ്ങാൻ പായി എത്ര 90 ഞങ്ങള് വെളുത്തോല് വെള്ളച്ചായ അടിക്കണോര്, ഞങ്ങള് കറുത്തോല് കട്ടൻ ചായ അടിക്കണോര്, എവിടെ എത്തിക്കണ് വന്നിട്ട് വന്നും കൊണ്ടിരിക്കണ് ഓറാപ്പ അന്ന് ചില്ലറ മുസീബത്താണ് അവനെ കൊണ്ട് കൂടെ സുഖം ഉണ്ടാ വെറുതെ. ഇന്നേറ്റ് കളിക്കണ്ടട്ടാ, ഇന്നേറ്റും എന്റെ പിള്ളേരേറ്റും കളിക്കണ്ടട്ടാ. ഞാൻ അന്നേറ്റ് കളിക്കണിയല്ല, അൻ്റോടക്ക് വരണിയല്ല, ചോറ് കഴിക്കാൻ എന്റെ പെരയിലേക്ക് ഞാൻ വരണിയല്ല, ഇഷ്ടയ്യത് അജ്ജാ പാമെന്നറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇവിടെ. പേക്കേജ് അവിടുന്ന് പേക്ക. വെരി ഗുഡ്, വെരി ഗുഡ്. തിരൂര് നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, ഏതാണ്ട് ഇത് തന്നെയാണ്. അല്ല മോന്റെ ശരിക്കുള്ള സ്ഥലം എവിടെയാ? ഞാൻ കോഴിക്കോട് മുക്കം. കോഴിക്കോട് എത്താൻ പോണല്ലോ. കോഴിക്കോട് അടുത്ത കോഴിക്കോടാ. അപ്പോ അല്ല ഇതിനിടയിൽ കുറച്ച് സ്ഥലമുണ്ട്, മഞ്ചേരി അല്ല മലപ്പുറം, മഞ്ചേരി, നിലമ്പൂർ, പെരിന്തൽമണ്ണ. അവിടെ വേറെ സ്ലാങ് ആണ്. മലപ്പുറം അല്ല. ഇത് ഈ മാഹിയിലുള്ള പെൺകുട്ടികളെയും കാസർഗോഡുള്ള ചെക്കന്മാരും ഒക്കെ ഇങ്ങനെ പറയണ്ടല്ലോ. ഈ പറയണ മലപ്പുറത്തുള്ള ആൺകുട്ടികളെ കണ്ടുക്കണ, മഞ്ചേരും നിലമ്പൂരും പെരിന്തൽമണ്ണയിലൊക്കെ ഉള്ള നല്ല ഉസറും പൊളിയുള്ള ആൺകുട്ടികളെ കണ്ടുക്കണജ്, ഓലെ വർത്താനം കേട്ടുക്കണജ് ഒരുമാതിരി അപ്പം ചുടണ മാതിരി. എങ്ങനെ ഈ എണ്ണയിലിട്ടുകാണ്ട് പപ്പടം പൊരിച്ചണ മാതിരി കേൾക്കാൻ തന്നെ ഒരു രസക്കാരൻ. കുഞ്ഞാപ്പു ബാപ്പു മാനു മലപ്പുറത്തെ പ്രധാന പേരുകളാണ്. കുഞ്ഞാപ്പൂന്ന് പറഞ്ഞ മഞ്ചേരിന്ന് പാണ്ടിക്കാട് റോഡിന്റെ കയറ്റം നേരാണ് കയറിയാണ്ടാണ്ട് ഇറങ്ങുമ്പോ കാണാൻ പോനെ. കോഴിക്കോട് എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കി സ്റ്റേക്ക് എന്താണ്ട് ഈ കളിക്കുന്നു. ഇവിടെ നോക്കി ഈ കോഴിക്കോട് എന്ന് പറഞ്ഞാല് ഒരു നാടല്ല, ഒരു 1.5 സംഭവമാണ്. ഈ പോയിക്കണ അവിടെ കോഴിക്കോട് പോയിക്കണ ഈ അന്ന് കണ്ടപ്പോ എനിക്ക് തോന്നിക്കണ നമ്മൾ ടീമാണെന്നിട്ട് കുറെ എനിക്കൊരു കട്ടൻ ചായ, എന്റെ ചക്ക എനിക്കൊരു ബിരിയാണി. വയനാട് അതിനിടയ്ക്ക് വേറെ സ്ഥലങ്ങളുണ്ട്. ഈ കോഴിക്കോട് തന്നെ കൊടുവള്ളി, താമരശ്ശേരി. പപ്പച്ചേട്ടൻ പറഞ്ഞ താമരശ്ശേരി വേറെ സ്ലാങ്ങാ. ഇപ്പൊ ചേട്ടൻ ഒരു കൊടുവള്ളിക്കാരനാണെങ്കിൽ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ഇങ്ങ കൊടുവള്ളിയടാ, നീ ഏത് കായിന്റെ കൊണ്ടാണ് അഞ്ഞ ഇങ്ങോട്ടാ ഇതിന്റെ കളിക്കുന്ന നിങ്ങൾ പേരിന്റെ താണേ ഇങ്ങോട്ട് നോക്കണം. ഇങ്ങേടാ അങ്ങോട്ട് നോക്ക്. ഒരു മണിക്കൂർ, ഒരൊറ്റ ഒരു മണിക്കൂറേ ഉണ്ടാവും ഒപ്പടം. അത് ഇങ്ങോട്ട് കഴിഞ്ഞ് ഇങ്ങനെ നടുക്കാനാണ്ട് ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുകയും ഒരു കുണ്ടൻ ഇങ്ങനെ അങ്ങോട്ട് വന്ന് ഞാൻ എന്നോട് അറിയാണേ ഇന്റെ വീടിന്റെ മുമ്പിൽ വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ വണ്ടി അങ്ങോട്ട് വെക്കും. ഞാൻ ദേത്താപ്പനോട് പറയും എങ്ങി പറയടോ, കൊള്ളിക്കാരനല്ല താമശക്കാരനല്ല, അവൻ മുട്ടാഞ്ചേരല്ലോ അങ്ങി അറിയില്ല നമ്മൾ അയമുട്ടിക്കാന്റെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ വയനാട് പോയാലോ? ആയിരിക്കാണ്ട കൊളത്തുണ്ടെന്ന മാനന്തവാടിയിൽ വന്നിട്ട് നമ്മളെ വെല്ലുവിളിക്കുന്ന അനക്കിഷ്ടമില്ലേ, അനക്കിഷ്ടമില്ല ഉപ്പാവാനോട് ജാടല്ല ഒഴിവാക്കിട്ട് വരാൻ പറയും. പോരലേക്ക് പൈസ അയക്കുന്നു വേറെ എന്തെങ്കിലും പണിക്ക് പോയിക്കൂടെ എനിക്കെല്ലാം പോയിട്ട്. നമുക്ക് കണ്ണൂര് പോയാലോ? നിങ്ങളെല്ലാം കണ്ണൂർക്കാരെ പറയുന്നൊരു കാര്യം ഉണ്ടല്ലോ, ഞങ്ങളെല്ലാം ഭാര്യ വീട്ടിൽ പോയിട്ട് താമസിക്കുന്നവരാ വീട്ടു വെപ്പളമാരാന്ന്. കണ്ണൂര് മാത്രല്ല, തലശ്ശേരി, പാറാട്, പാനൂര് എല്ലാം വീട്ടു വെപ്പളമാരായിരിക്കും. അതിന് കുഴപ്പമോ? നിങ്ങളെ നാട്ടിലുള്ള പോലെ അമ്മായിമ്മപ്പോര് നാത്തുംപോരുത്തെല്ലാം ഉണ്ടാ കണ്ണൂര്. നിങ്ങളെല്ലാം വെള്ളടിച്ചിട്ട് 4 അൽമപ്പർക്കൊന്നാ കണ്ണൂരുണ്ടാ. അങ്ങനെ ഭാര്യ വീട്ടിലേക്ക് ആരെങ്കിലും വെള്ളടിച്ചിട്ട് പോവാ. എനിക്കെല്ലാം കിറുവയില്ല വീട്ടിൽ എടുത്ത്. അതുകൊണ്ട് നിങ്ങളെല്ലാം പറയും ഞങ്ങൾക്കെല്ലാം കിറുവ എനിക്ക് വേണം. നിങ്ങ കഴിയുമെങ്കിലും നിങ്ങ ഒരു കാര്യം ചെയ്യും, നിങ്ങ ഈനെല്ലാം ഉണ്ടാക്കിയോറുണ്ടാവില്ല ഓർല പിടിച്ചിട്ട് തച്ചിട്ട് കൊല്ലും. നിങ്ങൾ ഇതെല്ലാവർക്കും നാണക്കേട്, കാസർഗോഡുകാർക്ക് നാണക്കേട്, ഉപ്പളക്കാർക്ക് നാണക്കേട്. ദുബൈയിലെ എമിറാത്തി പെണ്ണുങ്ങള് എമിറാത്തി ചെക്കന്മാരാ നോക്കൂല, ഒരു കാസർഗോഡ് മഞ്ചമാരാ നോക്കുക. അതിന് അങ്ങനത്തെ ഫ്രീക്കന്മാർക്ക് വേണം. കാസർഗോഡ് മംഗലം വേണമെങ്കിൽ ബാറ നിങ്ങളെല്ലാം പെരുക്ക് വന്നിട്ട് നോക്കും മഞ്ചത്തേളെ. മംഗലം കഴിഞ്ഞിട്ട് മാമുക്കാന്റെ ഹോട്ടലിൽ നിന്ന് കോഴി ബിരിയാണി വാങ്ങിയിട്ട് ചക്കര ബജാറിന്റെ പള്ളക്ക് നിന്നിട്ട് ഏതിന്റെ വെള്ളം കുടിച്ചിട്ട് പോവാൻ എനിക്ക് ബാറ. കാസർഗോഡ് ബാറ വെളുത്ത് വെള്ളക്കിലോക്കെ നിങ്ങളെ കാണുമ്പോ എട്ടാൻ ഇത് ായിട്ട് കാലത്ത് തന്നെ വന്നിടും. ഇബിലിസോ നിങ്ങൾ തെക്കെങ്കിൽ ഞങ്ങൾ ബെടക്കറി മുട്ടിയിട്ട നല്ലോണം കളിച്ചിട്ടില്ല, ചവിട്ടിയിട്ട് കീബേര് പൊട്ടിച്ചിരും. കീബേര് ഞങ്ങൾ കാസർഗോഡുകാരടാ. ഞങ്ങൾ ചെല്ലെങ്കിൽ ചെല്ലിയ പോലെ പിറ്റത്തേക്കൊന്ന് ബിസി ആക്കല് ഇപ്പൊ എന്നെ തീർക്കോ. എനിക്കൊന്നും മനസ്സിലായില്ല.
അല്ല അങ്ങനെ കറക്റ്റാ ഹോ ഗയാ. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഒരു യാത്ര സത്യല്ലേ